ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീനയാണെങ്കിൽ ഭയങ്കര കരച്ചില, സഹിക്കാൻ പറ്റുന്നില്ല. സ്നേഹനികേതനം വിട്ട് എങ്ങോട്ടും പോകാനുള്ള മനസ്സുമില്ല. പോയ മമ്മിയുടെ ഓർമ്മകൾ തന്നെ അലട്ടും. മമ്മിയെക്കുറിച്ച് ഓർത്ത് പേടിച്ച അലീന ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോഴേക്കും സിസ്റ്റർ വിളിക്കുക, അലീന ദേ അവർ കൊണ്ടുപോകാൻ തയ്യാറായി നിൽക്കുക, അവർ വിളിക്കുന്നു, പെട്ടെന്ന് വാ എന്നും. അത് കേട്ടതും അലീന ആകെ കരഞ്ഞ് നിലവിളിച്ച് സങ്കടപ്പെട്ട് ബാഗിലേക്ക് തുണികളെല്ലാം എടുത്തു വയ്ക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. മമ്മി, എനിക്ക് ഇവിടം വിട്ട് പോകാൻ തോന്നുന്നില്ല മമ്മി. എൻ്റെ മമ്മിയെ ഓർക്കുമ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട്. മമ്മിക്ക് ഞങ്ങളെ കാണാതെ ഇവിടെ ഇരിക്കാൻ പറ്റുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ അലീന പൊട്ടിക്കരയുക. പക്ഷേ ഞാൻ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്, മമ്മി ഇവിടെ ഇല്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാ കരയുന്നത്? മമ്മി ഞങ്ങളെയൊക്കെ വിട്ടു പോയില്ലേ? മമ്മിക്ക് ഞങ്ങളെ ഒന്നും വേണ്ടാണ്ട് ഞങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് പോയില്ലേ? ഇനി ഞാൻ ആരെക്കുറിച്ച് ഓർത്താ കരയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എൻ്റെ ഈശ്വര കർത്താവേ എന്നൊക്കെ എല്ലാ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കുക. ഈ സമയം സിസ്റ്റർ, അലീന ഇനി റെഡിയായില്ലേ? ദേ അവർ കാത്തു നിൽക്കുക, പെട്ടെന്ന് വാ. അത് കേട്ടതും നമ്മുടെ അലീന പെട്ടെന്ന് ബാഗുമായിട്ട് അങ്ങോട്ട് ചെല്ലുക. എന്താ കുട്ടി ഇത്, കരയുമായിരുന്നോ? അതെ സിസ്റ്ററെ, സഹിക്കാൻ പറ്റുന്നില്ല. കുഞ്ഞുനാൾ മുതലേ ഞങ്ങൾ വളർന്ന സ്ഥലമല്ലേ, അതുകൊണ്ട് എനിക്ക് ഇവിടം വിട്ട് പോകാൻ തോന്നുന്നില്ല. മോളെ, ഇവിടെ പെൺകുട്ടികളെ നിർത്താനുള്ള റൂൾസ് ഇല്ല, അനുവാദമില്ല. അങ്ങനെയുള്ളപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യാനാ മോളെ? അതുകൊണ്ടാണ് പ്രജിത അമ്മ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചിട്ട് യാത്രയായത്. നിന്നെ കണ്ടുകൊണ്ട് മരിക്കണമെന്നായിരിക്കും പ്രജിത അമ്മ ചിന്തിച്ചത്. അതുകൊണ്ടാണ് നീ അരികിലുള്ളപ്പോൾ തന്നെ പ്രജിത അമ്മ പോയത്. പ്രജിത അമ്മയ്ക്ക് ഒരിക്കലും നിങ്ങളെ വിട്ട് പോകണമെന്നുണ്ടാവുമായിരുന്നില്ല. പക്ഷേ എന്തു ചെയ്യാനാ, കർത്താവ് പ്രജിതാമ്മ അമ്മയെ നേരത്തെ വിളിച്ചു. നല്ലവരെ അല്ലെങ്കിലും ദൈവങ്ങൾ നേരത്തെ വിളിക്കുമെന്നാണല്ലോ മോളെ. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. മോള് വിഷമിക്കാതെ വാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീനയും കൂട്ടി സിസ്റ്റർ അങ്ങോട്ട് വരിക. അപ്പോഴേക്കും ബാലൻ ചോദിക്കുക, ആഹാ ഇതാണോ പെൺകുട്ടി? അതെ അച്ഛാ, അതെ അങ്കിളെ, ഇത് തന്നെയാ ആ മുത്തശ്ശൻ പറഞ്ഞ പെൺകുട്ടി. വാ, കൊള്ളാലോ, നല്ല പെൺകുട്ടിയാ, കണ്ട നല്ല വലിയ വീട്ടിൽ ജനിച്ച പോലെയുണ്ട്. എന്തു ചെയ്യാനാ, വലിയ വീടുകളിൽ ഇങ്ങനെ ജനിക്കുന്ന പെൺകുട്ടികളെ ഉപേക്ഷിക്കുന്നത് പതിവാണല്ലോ. അങ്ങനെ ആരെങ്കിലും ഉപേക്ഷിച്ചതായിരിക്കും അല്ലേ മോനെ? അതെ അങ്കിളെ, അത് തന്നെയാണ് എന്നോട് മുത്തശ്ശനും പറഞ്ഞത്. ഒരു പാവം പെൺകുട്ടിയാന്ന്, പക്ഷേ എല്ലാ ജോലിയും കണ്ടറിഞ്ഞ് ചെയ്യുമെന്നാണ് കേട്ടത്. ആണോ? എന്നാൽ പിന്നെ കുഴപ്പമില്ല. എടാ, അമ്മയെ നോക്കാൻ ഈ കുട്ടി തന്നെ മതി. അല്ല, രോഗികളെ നന്നായിട്ട് കെയർ ചെയ്യോ? പിന്നെ അതൊക്കെ നല്ല സൂപ്പറായിട്ട് ചെയ്യും. അതൊക്കെ ഞാൻ നേരിട്ട് കണ്ടതും അങ്കിളെ. കാരണം ഇവിടെ നിറയെ രോഗികളുണ്ടായിരുന്നു, കിടപ്പ് രോഗികൾ. അവരെയൊക്കെ ഒരറപ്പുമില്ലാതെ ഈ കുട്ടി നോക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അങ്ങനെ ഒരു ഹോം നഴ്സിനെയാണ് നമുക്ക് വേണ്ടത്. കാരണം എന്തായാലും നമ്മുടെ അമ്മയെ നന്നായിട്ട് നോക്കണം, അത്രയേ ഉള്ളൂ. മുത്തശ്ശനെ സംഭവിച്ചതുപോലെ ഒന്നും സംഭവിക്കരുത്. മുത്തശ്ശനെ നോക്കാൻ ഇത്രയും പേരുണ്ടായിട്ടും മുത്തശ്ശൻ മരിച്ചപ്പോൾ ആരും മുത്തശ്ശൻ്റെ അരികിലുണ്ടായിരുന്നില്ല. ആ ഒരു സങ്കടം മുത്തശ്ശനുണ്ടാവും. മുത്തശ്ശൻ്റെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ ഈ കുട്ടി മുത്തശ്ശിയെ നന്നായിട്ട് നോക്കുന്നത് മുത്തശ്ശന് കാണാൻ പറ്റണം. അതൊക്കെ സംഭവിക്കൂടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക. എന്നാൽ നമുക്ക് പോകാം എന്നും മനു ചോദിക്കുക. അത് കേട്ടതും അലീന, പോകാം, എന്നാ വാ കയറിക്കോ. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. എന്താ സിസ്റ്റർ? ഈ കുട്ടിക്ക് ഒരു സങ്കടവും ഉണ്ടാവരുത്. പ്രജിതാമ്മയ്ക്ക് ഏറ്റവും വേണ്ടപ്പെട്ട കുട്ടിയായിരുന്നു. ഈ കുട്ടിയെ സ്വന്തം മകളെ പോലെയാണ് വളർത്തിയത്. അതുകൊണ്ട് ഈ മോളുടെ മനസ്സൊന്ന് വിഷമിച്ച മമ്മിയുടെ ആത്മാവിന് ശാന്തി കിട്ടില്ല. ഉറപ്പായിട്ടും ഞങ്ങൾ ഇവളെ പൊന്നു പോലെ നോക്കിക്കോളാം. ഇവൾക്ക് ഒരു കുഴപ്പവും സംഭവിക്കില്ല എന്ന് മുത്തശ്ശന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. ഇവൾക്ക് എന്തെങ്കിലും അവിടെ സംഭവിച്ചാൽ ഞാൻ വാക്ക് കൊടുത്തതുപോലെ ഇവൾക്ക് താങ്ങായും തണലായും ഞാനുണ്ടാവും സിസ്റ്ററെ, ധൈര്യമായിട്ടിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുക. അത് കേട്ടതും അലീന മനുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. മനു അലീനയുടെയും, എന്നാ പോയാലോ അല്ലേ? പോകാം എന്നും പറഞ്ഞുകൊണ്ട് അലീനയോട് കാറിലേക്ക് കയറാൻ പറയുക. ബാലചന്ദ്രനും പോയി കാറിലിരുന്നു. അങ്ങനെ നമ്മുടെ അലീനയും കാറിൽ കയറിയിരുന്നു. കാറിലേക്ക് കയറുന്നതിന് മുമ്പ് ഒന്നും കൂടെ അലീന സിസ്റ്ററെ ഒന്ന് നോക്കി ടാറ്റ പറഞ്ഞു. അതിനുശേഷം കാറിൽ കയറിയിരുന്ന് പൊട്ടിക്കരഞ്ഞു. ഈ സമയം കാറും എടുത്തുകൊണ്ട് അവർ പോകുന്ന വഴിയെല്ലാം അലീന കരയുന്നത് കണ്ട് മനു ചോദിക്കുക, എന്തിനാ കുട്ടി കരയുന്നേ? സഹിക്കാൻ പറ്റാഞ്ഞിട്ടാ സാർ. എൻ്റെ മമ്മി, എൻ്റെ പ്രജിത മമ്മി ഞങ്ങളെയൊക്കെ വിട്ടുപോയി. അതിൻ്റെ സങ്കടം എനിക്കുണ്ട്. കുഞ്ഞുനാൾ മുതലേ മമ്മിയായിരുന്നു ഞങ്ങളുടെ എല്ലാം. മമ്മി ഇല്ലാതെ മറ്റൊരു ജീവിതം ഞങ്ങൾക്കുണ്ടായിട്ടില്ല. പ്രസവിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മയെ നഷ്ടപ്പെട്ടതാ. അതിനുശേഷം ഞങ്ങളുടെ മമ്മി ഞങ്ങളെ വളർത്തിയത്, ഒരുപാട് സ്നേഹം തന്നെ വളർത്തിയത്. സത്യം പറഞ്ഞ മമ്മി വിട്ടുപോയപ്പോൾ ഞാൻ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് സാറേ. എൻ്റെ സ്വന്തം അമ്മ മരിച്ചു പോയതിൻ്റെ ഒരു സങ്കടം എനിക്കിപ്പോഴും ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീന കരയുക.
കരയേണ്ട കുട്ടി, വിഷമിക്കണ്ട. ഇപ്പം പോകുന്നിടത്ത് കുട്ടിക്ക് എല്ലാവരും ഉണ്ടാവും. ദേ ഞാനും ഉണ്ടാവും. ഈ സമയമാണെങ്കിൽ ബാലചന്ദ്രൻ, എന്തിനാ വിഷമിക്കുന്നേ? കുട്ടി പോകുന്നത് വലിയൊരു വീട്ടിലേക്കാണ്, ഞങ്ങളുടെ വീട്ടിലേക്കാണ് വരാൻ പോകുന്നത്. ഞാൻ ബാലചന്ദ്രൻ, എൻ്റെ ഭാര്യ വൈജയന്തി, പിന്നെ മക്കളുണ്ട്. എൻ്റെ അമ്മായിയമ്മയെ നോക്കാനാ കുട്ടിയെ കൊണ്ടുപോകുന്നത്. അത് കേട്ടതും നമ്മുടെ അലീനയ്ക്കൊരു സംശയം. കർത്താവേ, ഇതാണോ എൻ്റെ അച്ഛൻ എന്നും അലീന ഇങ്ങനെ ആലോചിക്കുക. ഈ സമയം കുട്ടി എന്താ ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല സാർ, എനിക്ക് എന്താണെന്നറിയില്ല, മനസ്സിന് നല്ല വേദനയുണ്ട്, നല്ല വിഷമമുണ്ട്. എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല സാർ. എന്താ കുട്ടി? ഏതെങ്കിലും പള്ളി കണ്ടാ ഒന്ന് നിർത്താവോ? അതിനെന്താ, നിർത്തിത്തരാലോ എന്നും മനു. അത് കേട്ടതും ഒരു കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു വലിയ പള്ളി കാണോ. ആ പള്ളിയിലേക്ക് അലീന ഇറങ്ങി. അതിനുശേഷം അവിടേക്ക് ചെന്നു. എന്നിട്ട് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചു. കർത്താവേ, എൻ്റെ മമ്മിയുടെ ആത്മാവിന് ശാന്തി കൊടുക്കണേ. എൻ്റെ മമ്മി ഞങ്ങളെ വിട്ടുപോയി. എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. സ്വന്തം വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്ക് പോകുന്ന അവസ്ഥയാണ് എനിക്കിപ്പോൾ. എന്തിനാ നീ ഞങ്ങളോട് ഇങ്ങനെ ക്രൂരത ചെയ്തത്? കുരിശിൽ മരിച്ചത് നീ ഞങ്ങൾക്ക് വേണ്ടിയല്ലേ? എന്നിട്ടും ഞങ്ങൾ നിന്നോട് എന്ത് പാവാ ചെയ്തത്? അതുകൊണ്ട് തന്നെ ഞങ്ങളെ ഇത്രയ്ക്ക് വേദനിപ്പിക്കണോ? ജനിച്ചപ്പോൾ ഞങ്ങളുടെ അമ്മ ഞങ്ങളെ ഉപേക്ഷിച്ചു. എന്തിനായിരുന്നു അത്? ഒരു പിടിയും കിട്ടുന്നില്ല. ഇപ്പം ഞാൻ പോകുന്നത് എൻ്റെ അമ്മയുടെ അടുത്തേക്കാണ്. പക്ഷേ അമ്മയുടെ അടുത്തേക്ക് പോകുമ്പോഴും എൻ്റെ മനസ്സ് നിറയെ എൻ്റെ മമ്മിയാണ്. ആ മമ്മിയായിരുന്നു എനിക്കെല്ലാം. ആ മമ്മിയായിരുന്നു ഞങ്ങളുടെ എല്ലാം. എന്നിട്ടും നേരത്തെ വിളിച്ചു കളഞ്ഞല്ലോ. ഞങ്ങളോടൊപ്പം സന്തോഷമായിട്ട് അമ്മ ജീവിച്ചത് നിനക്ക് സഹിച്ചില്ല അല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് നമ്മുടെ അലീന കരയുക. ഈ സമയം എല്ലാം മനു പുറത്തു നിന്നും കാണുകയാണ്. പാവം, ആ കുട്ടിക്ക് ഒരുപാട് വിഷമമുണ്ടെന്ന് തോന്നുന്നേ. കർത്താവെ, ഞാനിപ്പോൾ പോകുന്നത് എൻ്റെ സ്വന്തം വീട്ടിലേക്കാണ്. അവിടെ എനിക്കൊരു പ്രശ്നമില്ലാതെ നീ കൂടെ ഉണ്ടായിരിക്കണേ. എനിക്കെൻ്റെ അമ്മയെ കാണാം, എൻ്റെ സഹോദരങ്ങളെ കാണാം. എന്തിന് കാറിൽ ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നത് എൻ്റെ അച്ഛനാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്നെ എന്തിനവർ ഉപേക്ഷിക്കണം? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. എൻ്റെ അമ്മ വേദനയോടുകൂടിയാണ് എന്നെ ഉപേക്ഷിച്ചതെന്ന് പ്രജിതാമ്മ പറഞ്ഞു. അതുകൊണ്ട് ആ അമ്മയുടെ ഭാഗത്ത് തെറ്റില്ല. പിന്നെ എവിടെയാണ് എൻ്റെ അമ്മയ്ക്ക് പിഴച്ചത്? ഞാൻ മരിച്ചു പോയി എന്ന് പറഞ്ഞ് എൻ്റെ അമ്മ എന്തിനാ വിശ്വസിക്കുന്നത്? ഞാൻ മരിച്ചു, അതുകൊണ്ടാണ് അമ്മ സമാധാനത്തോടെ ജീവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്നെക്കുറിച്ചുള്ള രഹസ്യമൊന്നും ആരും അറിയില്ല. ഞാൻ പ്രജിതാമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കുക തന്നെ ചെയ്യും. ഞാനായിട്ട് ആരോടും രഹസ്യം പറയില്ല. പക്ഷെ എനിക്കൊരു സത്യം മനസ്സിലാക്കണം ദൈവമേ. എൻ്റെ അച്ഛനാരാ, എൻ്റെ കൂടപ്പറപ്പുകളാരാ, എൻ്റെ അമ്മയാരാ, എല്ലാം എനിക്കറിയണം. അതിനുവേണ്ടി കർത്താവെ, ഞാൻ ഏതറ്റം വരെ വേണമെങ്കിലും പോകും. സത്യങ്ങളും രഹസ്യങ്ങളും ആരും അറിയാതെ തന്നെ ഞാൻ കണ്ടുപിടിക്കും എന്നും ആലോചിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അലീന ഇങ്ങനെ നിൽക്കുക. എന്നാ നമുക്ക് പോകാം, നേരെ ഒരുപാടായി, അവിടെ എത്തുമ്പോൾ രാത്രിയാവും. ശരി സർ എന്നും പറഞ്ഞ് കുരിശ് വരച്ചുകൊണ്ട് അലീന അവിടെ നിന്നും എഴുന്നേറ്റു. കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചു കിടക്കുന്ന യേശുവിനെ നോക്കിക്കൊണ്ട് നിന്നു. ഒരു 5 മിനിറ്റ് അങ്ങനെ നോക്കിയതിനു ശേഷം അലീന മനുശങ്കറിനോടൊപ്പം പോയി. ഈ സമയം അലീന കാറിൽ കയറിയിരുന്ന് വീണ്ടും കരയുക. എന്തിനാ ഇങ്ങനെ കരയുന്നത്? എന്താ പ്രാർത്ഥിച്ചേ? ഞങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുതെന്നാണോ? അല്ല സർ, ആദ്യമായിട്ട് വരുമല്ലേ, എനിക്ക് മനസ്സിലായി. പേടിക്കണ്ട കേട്ടോ. അവിടെ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ആൾക്കാരുണ്ടെങ്കിലും കുട്ടിയോട് എന്തെങ്കിലും പറഞ്ഞാൽ കുട്ടി തിരിച്ച് നല്ല മറുപടി കൊടുത്തോ. പിന്നെ കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് എനിക്ക് അനുവാദവും അധികാരവും തന്നത് മുത്തശ്ശനാ. ആ മുത്തശ്ശൻ എന്നോടൊരു വാക്കും മേടിച്ചിട്ടുണ്ട്. കുട്ടിയുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീര് വീഴാൻ പാടില്ല എന്ന്. അങ്ങനെ കണ്ണുനീര് വീണ മുത്തശ്ശൻ്റെ ആത്മാവ് സഹിക്കില്ല എന്ന്. അതുകൊണ്ട് ഞാൻ മുത്തശ്ശന് വാക്ക് കൊടുക്കുകയും ചെയ്തു. കുട്ടി ഒന്നും കരയില്ല. കുട്ടി ആരെങ്കിലും അവിടെ വിഷമിപ്പിച്ച അവരെ ഞാൻ വിഷമിപ്പിക്കും. ഇത് എൻ്റെ വാക്കാ. അത് കേട്ടതും നമ്മുടെ അലീനയുടെ മനസ്സൊന്ന് തണുത്തു. മുത്തശ്ശൻ പോകുന്നതിന് മുമ്പ് എനിക്ക് വേണ്ട പ്രൊട്ടക്ഷനൊക്കെ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തിട്ടാണ് പോയത്. സത്യത്തിൽ ഇദ്ദേഹം ആരാന്ന് എനിക്കറിയില്ല. മുത്തശ്ശൻ്റെ കൊച്ചുമോനാണെന്നറിയാം. എന്നാലും നല്ല സങ്കടമുണ്ട്. എന്നെ ആ വീട്ടിൽ അറിയാവുന്ന ഒരേ മുത്തശ്ശൻ മാത്രമായിരുന്നു. ആ മുത്തശ്ശനെയും കർത്താവ് നേരത്തെ വിളിച്ചു. പ്രജിത മമ്മിയെയും നേരത്തെ വിളിച്ചു. എല്ലാവരും പോയി. ഇനി എന്നെക്കുറിച്ച് അവിടെ അറിയാൻ ആരുമില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് അവർ വീട്ടിലെത്തി. അവിടെ എത്തിയതും നമ്മുടെ അലീന ആ വീട് കണ്ട് അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കുക. ഈശ്വര, ഇതാണോ വീട്? എന്ത് പണ്ടപരപ്പം വീടാ! ഇവിടെയാണോ ഞാൻ താമസിക്കാൻ പോകുന്നത്? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. അതെ, ദേ എങ്ങനെയുണ്ട് വീട്? ഇതാ എൻ്റെ വീട് എന്നും മനു ശങ്കർ പറയുക. അത് കേട്ടതും അലീന ഒന്നും മിണ്ടാതെ ആ വീട്ടിലേക്ക് ഒത്തു നോക്കുക.
പേടിക്കണ്ട, വീടിൻ്റെ വലിപ്പം മാത്രമേ ഉള്ളൂ. അകത്തുള്ളവരൊന്നും ഇത്ര വലിയ മനസ്സുള്ളവരല്ല. എന്നാലും ധൈര്യം കൈവിടാതെ പിടിച്ചു നിൽക്കണം. അച്ഛൻ്റെ കൂടെ നിൽക്കുന്നവരാ. അച്ഛൻ എന്ത് പറഞ്ഞാലും അതനുസരിച്ച് ഞങ്ങൾ കൂടെ ഉണ്ടാവും. അതുകൊണ്ട് അച്ഛൻ്റെ വാക്കിന് വേണ്ടി ഞാനിത് ചെയ്യുന്നത്. എന്തായാലും കുട്ടിക്ക് ഇവിടെ ഒരു സങ്കടവും ഉണ്ടാവില്ല. കേട്ടല്ലോ? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒന്നും പേടിക്കാതെ ഞങ്ങളോടൊപ്പം നിന്നാൽ മതി. ബാക്കിയുള്ള മറുപടിയൊക്കെ ഞങ്ങൾ കൊടുത്തോളാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലനും പിന്നെ മനുവും കൂടെ കാറിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോഴേക്കും കാറിൻ്റെ ശബ്ദം കേട്ട് കമലയും രഞ്ജുവും ഹരിയും പിന്നെ നമ്മുടെ മനുവിൻ്റെ അച്ഛനും ഒക്കെ അങ്ങോട്ട് വരിക. അത് കണ്ടതും എല്ലാവരും വന്നിട്ടുണ്ട്. ആ നിൽക്കുന്നത് എൻ്റെ അമ്മയാണ് കമല. നാവൊരൽപ്പം കൂടുതലാണ്. അതുകൊണ്ട് കാര്യമായിട്ട് എന്തെങ്കിലും പറഞ്ഞാലും കാര്യമായിട്ട് എടുക്കണ്ട. ഈ കാതിൽ കൂടെ കേട്ട് ഈ കാതിൽ കൂടെ അങ്ങ് കളഞ്ഞേരെ എന്നും മനു പറയുക. അത് കേട്ടതും അലീന ടെൻഷൻ അടിച്ച് അങ്ങോട്ട് നോക്കുക. ഈശ്വര, ഇവരൊക്കെ എന്നെ എന്തെങ്കിലുമൊക്കെ പറയുമോ? എന്നെ ഇവിടെ നാട്ടി ഇറക്കുമോ? അപ്പോഴാണ് ഹരിയെയും രഞ്ജുവിനെയും മനു പരിചയപ്പെടുത്തുന്നതേ. അത് ഹരി, അത് രഞ്ജു, എൻ്റെ കൂടപ്പറപ്പുകളാണ്, എൻ്റെ അനിയത്തി അനിയനുമാണ്. അപ്പോൾ നമ്മുടെ ബാലനും ഇങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ഈ സമയം. എന്നാൽ പിന്നെ ഇറങ്ങൂട്ടി. അങ്ങനെ അവർ മൂന്നുപേരും കാറിൽ നിന്ന് ഇറങ്ങി. അലീനയെ കണ്ടതും വായം പൊളിച്ച് നിൽക്കുമോ നമ്മുടെ കമല. അയ്യടാ, ഇതാണോ നമ്മുടെ പുതിയ വേലക്കാരി എന്നും കമലയുടെ ചോദ്യം കേട്ട്, അമ്മ എന്ത് വർത്താനായി പറയുന്നേ? വേലക്കാരി എന്നൊന്നും പറഞ്ഞേക്കരുത്. മുത്തശ്ശിയെ നോക്കാൻ വന്ന ഒരാൾ അങ്ങനെ പറഞ്ഞാൽ മതി. ഇതൊരു ഹോം നേഴ്സാണ്. അത് കേട്ടതും എടാ, നീ ഇംഗ്ലീഷിൽ പറഞ്ഞ് ഞാൻ മലയാളത്തിൽ പറയുന്നു, അതിനിപ്പോൾ ഇതെന്താ ഇത്ര ഇത്? അത് കേട്ടതും അമ്മേ വേണ്ട, ഇത്രയ്ക്ക് ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കണ്ട, അതെനിക്ക് ഇഷ്ടമല്ല. അത് കേട്ടപ്പോൾ നമ്മുടെ അലീന, അയ്യോ സാർ, എനിക്ക് വേണ്ടി എന്തിനാ നിങ്ങൾ വഴക്ക് കൂടുന്നേ? വഴക്ക് കൂടിയതൊന്നും അല്ല അലീന, എൻ്റെ അമ്മ പറഞ്ഞത് കേട്ടോ, വേലക്കാരിയാണ് പോലും, വേലക്കാരി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അമ്മേ, ഇത് നമ്മുടെ മുത്തശ്ശിയെ നോക്കാൻ വേണ്ടി വന്നിരിക്കുക. എൻ്റെ മുത്തശ്ശിയെ പൊന്നുപോലെ നോക്കാൻ മുത്തശ്ശനെ ഏൽപ്പിച്ച ആളാണ് ഇത്. ഈ കുട്ടിക്ക് ഇവിടെ ഒരു കുറവും ഉണ്ടാവരുത്. എല്ലാ സന്തോഷവും ഈ കുട്ടിക്ക് കിട്ടണം. അതിനു വേണ്ടി ഞാൻ എന്തും ചെയ്യും. മനസ്സിലായല്ലോ? എൻ്റെ ഏട്ടന് വേറെ പണിയൊന്നുമില്ലേ? ഇങ്ങനെ ഒരുത്തിയെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇവിടെ നിർത്തേണ്ട വല്ല ആവശ്യമുണ്ടോ എന്നും രഞ്ജു നീ മിണ്ടരുത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്റെ ജോലി എന്താണോ അത് ചെയ്തിട്ട് നീ ഇരിക്കുക. നീ നോക്കോ മുത്തശ്ശിയെ? പിന്നെ എനിക്കിവിടെ മൊബൈൽ നോക്കാനേ നേരമില്ല, പിന്നെ മുത്തശ്ശിയെ നോക്കുന്നത്. അപ്പം പിന്നെ മിണ്ടരുത്. മുത്തശ്ശിയെ നോക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കുട്ടിയെ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ കുട്ടി ആ ജോലി നന്നായിട്ട് ചെയ്യുകയും ചെയ്യും. അങ്ങനെയുള്ളപ്പോൾ ഈ കുട്ടിയെ വേദനിപ്പിക്കുകയോ ഇവളുടെ മനസ്സ് സങ്കടപ്പെടുന്നത് പോലെ എന്തെങ്കിലും ഒരു വാക്ക് ആരെങ്കിലും പറയുകയോ ചെയ്താൽ ഈ കുട്ടിയെ ഞാൻ സേഫായിട്ടുള്ളൊരിടത്ത് താമസിപ്പിക്കും. പിന്നെ മുത്തശ്ശിയെ നോക്കേണ്ടി വരുന്നത് നിങ്ങൾക്കായിരിക്കും. എടാ ഇത് കിളുന്ത് പെണ്ണല്ലേടാ. ഇവളെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തി ജോലി ചെയ്യിപ്പിച്ച നാളെ വല്ല ചീത്തപ്പേരും ഉണ്ടാക്കിയ നമ്മൾ എന്ത് ചെയ്യും? ഇവളായിട്ടൊരു ചീത്തപ്പേരും ഉണ്ടാക്കില്ല. ഇവള് വളർന്നതേ സ്നേഹനികേതനത്തിലാണ്. അവിടെ തെറ്റായ രീതിയിലൊന്നും പഠിപ്പിച്ചു കൊടുക്കില്ല. അമ്മയുടെ മോളെ സൂക്ഷിച്ചാൽ മതി. ഏതു നേരവും മൊബൈൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഇവള് എന്തൊക്കെ ചെയ്യുന്നു എന്ന് ആര് കണ്ടു എന്നും പറയാ. അമ്മേ നീ കൂടുതലൊന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനു രഞ്ജുവിനോട് ദേഷ്യപ്പെടുക. ഈ സമയം എടാ, ഇവളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലടാ. ഞാൻ വിചാരിച്ചത് ഇത്തിരിയും കൂടെ മുതിർന്ന സ്ത്രീയാണ് വരുന്നതെന്ന്. ഇത്തിരി മുതിർന്ന സ്ത്രീയെ കൊണ്ടുവരായിരുന്നില്ല നിനക്ക്? അതിനെ നെല്ലിടിക്കാനും പാടത്ത് നെല്ല് വിതയ്ക്കാനും അല്ലല്ലോ നമ്മൾ ഈ കുട്ടിയെ കൊണ്ടുവന്നത്, മുത്തശ്ശിയെ നോക്കാനല്ലേ. അതുകൊണ്ട് ഇതൊക്കെ ധാരാളം എന്നും നമ്മുടെ ബാലനും അലീനയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക. വന്ന് കയറിയപ്പോൾ തന്നെ വഴക്കാണല്ലോ കർത്താവേ, ഞാൻ എന്ത് ചെയ്യും? എനിക്കൊരു പിടിയും കിട്ടുന്നില്ല സാർ. എന്നെ തിരിച്ചുകൊണ്ട് അവിടെ ആക്കിയൊരു സാർ. ഞാൻ തിരിച്ചു പോയിക്കോളാം. എന്തിന്? കുട്ടിയെ ഇവിടെ നിർത്തണമെന്ന് പറഞ്ഞത് മുത്തശ്ശനാ. ഈ വീടും പറമ്പും ഒക്കെ മുത്തശ്ശൻ്റെ പേരിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ മുത്തശ്ശനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കുട്ടി ഇവിടെ തന്നെ ഉണ്ടാവും. ഇവിടെ കുട്ടിക്ക് ഒരു സങ്കടവും വരാൻ ഞാൻ അനുവദിക്കില്ല. മുത്തശ്ശന് വേണ്ടി ഞാൻ ഏതറ്റം വരെ വേണേലും പോവും. മരിച്ച തലമുകളിലേക്ക് പോയാൽ ആ മനുഷ്യനെ പിടിച്ചിട്ട് എന്തിനാടാ ഇവളെ സംരക്ഷിക്കുന്നത് എന്നും നമ്മുടെ കമല. അമ്മ മിണ്ടണ്ട, എൻ്റെ മുത്തശ്ശൻ എൻ്റെ ദൈവമായിരുന്നു. മുത്തശ്ശൻ മരിച്ചും തലയ്ക്ക് മുകളിൽ എത്തിയെങ്കിലും ഞാൻ ഒരു കാര്യം പറയാം, മുത്തശ്ശൻ്റെ മനസ്സ് വേദനിക്കുന്ന പോലെ എന്തെങ്കിലും ഈ വീട്ടിൽ സംഭവിച്ചാൽ പിന്നെ അതിനെ ചോദ്യം ചെയ്യുന്നത് ഞാനായിരിക്കും. ഈ മനു ശങ്കർ ആയിരിക്കും. അറിയാലോ മനു ശങ്കറിൻ്റെ വാക്ക് ഒരിക്കലും മാറില്ല. ഈ കുട്ടിയുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീര് വീഴാൻ ഞാൻ അനുവദിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് മനു ഭയങ്കരമായിട്ട് കടുത്ത തീരുമാനം എടുക്കുക. ഇതെല്ലാം കണ്ട് ബാലനും അത് ഭയങ്കര ഇഷ്ടമായി. ബാലനാണെങ്കിൽ അലീനയ്ക്ക് കട്ട സപ്പോർട്ടാണ്. ബാലനാണോ ഇനി അച്ഛനെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ വൈജയന്തിയാണ് നമ്മുടെ അലീനയുടെ അമ്മ. ആ ഒരു സത്യം അലീനയ്ക്ക് അറിയാം.
പക്ഷെ തൻ്റെ അമ്മയെ കാണാൻ അലീന ഒരുപാട് കൊതിക്കുന്നുണ്ട്. എന്നാൽ അലീനയ്ക്ക് ആ വീട്ടിൽ സ്വന്തം അമ്മയെ കാണാൻ കഴിയോ? തൻ്റെ കൂടപ്പിറപ്പുകളും തൻ്റെ അച്ഛനും ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? അതിനുവേണ്ടി എല്ലാം സഹിച്ച് നമ്മുടെ അലീന അവിടെ തന്നെ നിൽക്കും. അങ്ങനെയുള്ള അടിപൊളി വിശേഷങ്ങൾക്കായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ.